അങ്ങനെ ഇന്നാണ് ഡേ 1 ഓഫ് റമദാൻ. രാവിലെ തന്നെ ഉമ്മയുടെ കോൾ കേട്ടിട്ടാണ് ഞാൻ എണീറ്റത്. താഴെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ചോദ്യം ചോദിക്കുന്ന എൻ്റെ വാപ്പിനെയും ഉത്തരം പറയുന്ന എൻ്റെ അനിയനെയാണ് ഞാൻ കണ്ടത്. കാര്യം അവന് ആൻസർ ഒന്നും അറിയില്ലെങ്കിലും കറക്കി കുത്തി എങ്ങനെയൊക്കെയോ ആൻസർ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ബോറടിച്ചിരുന്നപ്പോഴത്തേക്കും നേരെ കടയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ. ഈയിടെയായിട്ട് പാലൊക്കെ പൊട്ടിയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഉമ്മ ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ്, നേരെ റൂമിൽ പോയിട്ട് ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചിടാൻ. പുതപ്പ് നേരത്തെ അലക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മെയിൻ ടാസ്ക് എന്തായിരുന്നെന്ന് വെച്ചാൽ എൻ്റെ പില്ലോ കവർ ഇടുക എന്നുള്ളതാണ്. എൻ്റെ പില്ലോ കുറച്ച് വലുതായതുകൊണ്ട് തന്നെ ആ വലിയ പില്ലോയിൽ ചെറിയ കവർ ഇടുന്നത് കുറച്ച് ടാസ്ക്കായിരുന്നു. അതിൻ്റെ റിസൾട്ടായിട്ട് ചെറുതായിട്ടൊന്ന് കവർ കീറിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ താഴെ പോയിട്ട് ടുട്ടിനെ കളിപ്പിച്ച് ഉമ്മി പറഞ്ഞ് നേരെ മുകളിലേക്ക് വായോന്ന്. അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് നിനക്ക് വ്ളോഗിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് തരാമെന്നായിരുന്നു. പക്ഷെ പണി മൊത്തം അവസാനം എടുത്തത് ഞാൻ, വീഡിയോ എടുത്തത് ഉമ്മിയായിരുന്നു. പിന്നീട് കുറേ നേരം കിടന്നങ്ങ് ഉറങ്ങി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നേരെ കുമ്മട്ടി ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പോയി. എല്ലാ റമദാനിലും കുമ്മട്ടി ജ്യൂസ് ഇല്ലാണ്ട് ഒരു പരിപാടി ഉണ്ടാവില്ല. പിന്നെ നേരെ കുമ്മട്ടി ജ്യൂസൊക്കെ നോർമലി ഉണ്ടാക്കി നേരെ കിച്ചണൊക്കെ നൈസായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഉമ്മയുടെ വായിലിരിക്കുന്ന തെറിമൊത്തം ഞാൻ കേൾക്കേണ്ടി വരും. പിന്നീട് അപ്പുറത്ത് നടക്കണ വീടിൻ്റെ മുകളിലേക്ക് അങ്ങ് കയറി. അവിടെ ചെന്നാൽ നല്ല കാറ്റടിക്കുള്ളൂ. പക്ഷേ ഇന്ന് പതിവില്ലാണ്ട് നല്ല രീതിക്ക് കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് നേരം കറങ്ങി തിരിഞ്ഞിരുന്ന് ഇനി നേരെ വീട്ടിലേക്ക് പോകണം. ഒരു 6:30 ആകുമ്പോഴത്തേക്കും ബാങ്ക് വിളിക്കും. അപ്പോൾ എന്തായാലും ഞാൻ പോയി നോമ്പ് തുറക്കട്ടെ, നിങ്ങൾ എവിടെയെങ്കിലും പോകും. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണാം. ബൈ.